കാടിനുള്ളിലെ ഗുഹകളിൽ താമസിക്കുന്നവരാണ് ആദിവാസി വിഭാഗമായ ചോലനായ്ക്കർ. കാടിന് പുറത്തേക്ക് അധികം ഇറങ്ങാത്ത ഈ സമുദായത്തിൽ നിന്നൊരു PhD-കാരനുണ്ട്. നിലമ്പൂർ കരുളായി മാഞ്ചേരി കോളനിയിലെ വിനോദ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിനോദിന് പറയാൻ ഏറെയുണ്ട്. ആദിവാസി മേഖലയിൽ നൽകേണ്ട ഊന്നലും പരിഗണനയും ഒക്കെയാണത്. ബിനിൽ ലീല സാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒപ്പമുള്ളത് വിനോദാണ്. വിനോദ് ചോലനായ്ക്ക് വിഭാഗത്തിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ പോയി പ്രബന്ധം അവതരിപ്പിച്ച ഗവേഷകനാണ്. ഒപ്പമുണ്ട്. വിനോദ്, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഒരു ST കോളനിയിലാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് നിലമ്പൂർ മേഖലയിൽ. ഇപ്പോൾ എഡ്യൂക്കേഷൻ മേഖലയാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട്. നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് പുതിയൊരു മോഡലായിട്ട് നിലമ്പൂരിനെ കാണിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അത് മാഞ്ചേരിയിൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറുടെ കാര്യത്തിൽ ചെറിയൊരു വളർച്ചയുണ്ടെങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട പാലങ്ങളാണെങ്കിലും ഒക്കെ തന്നെ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് മാനസികമായിട്ട് എല്ലാ ആളുകൾക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളത്. അതിനൊക്കെ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ വളരെ ഗുണമാണ്. അത് നമ്മുടെ അവകാശമാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ടുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഉള്ളൊരു എന്താ പറയുക, ആളുകളുടെ എണ്ണം കൂടും, നമുക്കത് എളുപ്പമായി കിട്ടും എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭ്യപ്തത അവിടെ ഇപ്പോഴുണ്ടോ? ഇപ്പൊ നമ്മള് കണ്ണിക്കൈ പാലം, അതുപോലെ തന്നെ മാഞ്ചേരി പാലം, ഇതൊക്കെ പുഴേന്റെ അക്കരെയൊക്കെ ആളുകൾ ഉള്ളതാണ്. അപ്പൊ ക്രോസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട. പിന്നെ റോഡാണെങ്കിലും നമ്മളെ മണിയേട്ടന്റെ ആ ഒരു സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ്. ആന അപ്പൊ ആ സമയത്ത് നമ്മൾ റോഡ് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ പകുതിയോളം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് കരുളായി എത്തുന്ന രീതിയിലാക്കാം കോൺക്രീറ്റ് വന്നു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ അന്ന് 1 മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ, അത് നമ്മുടെ സമുദായത്തിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ് പറയാൻ. വിനോദിന്റെ പഠനവും ഗവേഷണവും കാര്യങ്ങളും എങ്ങനെ പോകുന്നു? എനിക്ക് തോന്നുന്നു രാജ്യങ്ങളിൽ പോയിരുന്നു പ്രബന്ധം അവതരിപ്പിക്കാനല്ലേ? അതെ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വിദേശത്തൊക്കെ പോകുന്ന സമയത്തും ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു മാതൃകയാണ്. ഇതുവരെ ട്രൈബൽ മേഖലയിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നിലമ്പൂർ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ മലബാർ മേഖലയിലോ കുറവായിരിക്കും. എനിക്കും ഒരു മോഡൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു മോഡലായിട്ട് കാണാൻ കഴിയും ബാക്കിയുള്ള കുട്ടികൾക്ക് എന്നുള്ള പ്രതീക്ഷയാണ്. നമ്മുടെ മേഖലയിൽ എപ്പോഴും പ്രതീക്ഷകളാണ്. കാരണം നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ നമ്മളെ എല്ലാ മേഖലയിലുള്ള ഡെവലപ്മെന്റും വന്നു തുടങ്ങുന്നേ ഉള്ളൂ ഈ 2025 ആവുമ്പോഴേക്കും. അപ്പൊ അതിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. വിദേശ പോലെയുള്ള യാത്രകളും അതുപോലെ നമ്മുടെ ചിന്താഗതികളും ഒക്കെ തന്നെ പുതിയ രീതിയിലും നമ്മുടെ ട്രൈബൽ ഗോത്രത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ തന്നെ വരാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വിനോദിന് ഒരു മോഡലില്ലായിരുന്നു. പക്ഷേ വിനോദ് ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ലോകത്തിന് തന്നെ വലിയ ഒരു മോഡലാണ്. ബിബിൻ വെൺമകൻ, ഒപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, നിലമ്പൂർ.